റിസൾട്ട് തരുമ്പോൾ ഒരു ഒറ്റ റിസൾട്ട് അല്ല നൽകുന്നത്, പകരം ഗ്രാഫിക്സ് വിൻഡോയിൽ മിനിമം മുതൽ മാക്സിമം വരെ ഒരു ലെജൻഡിൽ ഡിസ്പ്ലേ ചെയ്താണ് റിസൾട്ട് നമുക്ക് നൽകുന്നത്. നിങ്ങൾ നമുക്കിപ്പോൾ ഈ റിസൾട്ടിൻ്റെ ഇക്വലൻറ്റ് സ്ട്രെസ്സിൻ്റെ ലെജൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇക്വലൻറ്റ് വോൺ മൈ സ്ട്രെസ്സിൻ്റെ മിനിമം മുതൽ മാക്സിമം വരെ തന്നിരിക്കുന്നത്. കൂടാതെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡീറ്റെയിൽ ബോക്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്ന പാരാമീറ്റേഴ്സിൻ്റെ മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും ആവറേജ് വാല്യൂവും കൊടുത്തിരിക്കുന്നതും കാണാം. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഇതിൽ ഏത് വാല്യൂ ആണ് നമ്മൾ റിസൾട്ടായി എടുക്കേണ്ടതെന്ന്. കാരണം അനലിറ്റിക്കലായി ചെയ്തപ്പോൾ നമുക്ക് ഒരൊറ്റ റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അനലിറ്റിക്കലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് ഒറ്റ റിസൾട്ടാണ് കിട്ടിയത്. ആ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ വോൺ മൈസസ് സ്ട്രെസ് നോക്കുകയാണെങ്കിൽ 3.183 മെഗാ പാസ്കലാണ് കിട്ടിയത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഉചിതമായൊരു തീരുമാനം എങ്ങനെ എടുക്കുക എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകം ഓർക്കുക, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ റിസൾട്ട് ഉചിതമായി എങ്ങനെ തീരുമാനിക്കുക എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം ഫിസിക്കൽ വേൾഡിലെ കണ്ടീഷൻസ് അനുസരിച്ചാണ് നമ്മൾ ആൻസറിൻ്റെ ഉത്തരം സെലക്ട് ചെയ്യുന്നത്. നമ്മൾക്ക് കിട്ടേണ്ട മാക്സിമം ഇക്വലൻറ്റ് വോൺ മൈസസ് സ്ട്രെസ് ആയിരുന്നു. അനലിറ്റിക്കലായി നമ്മൾ ഇതിൻ്റെ ഉത്തരവും കണ്ടുപിടിച്ചു. അത് എത്രയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, 3.183 മെഗാ പാസ്കൽ. പക്ഷേ ആൻസിസിൽ നമ്മൾ സിമുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയാണ് റിസൾട്ട് ലഭിച്ചത്. അപ്പം നമ്മൾ അനലിറ്റിക്കലായി ചെയ്യുമ്പോൾ ഒറ്റ റിസൾട്ട് കിട്ടാൻ കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഐഡിയൽ കണ്ടീഷൻസ് ആയിരിക്കും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അനലിറ്റിക്കലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ അസ്യൂം ചെയ്യുന്നത് യൂണിഫോം ക്രോസ് സെക്ഷൻ ഏരിയ ആയിട്ടും പെർഫെക്റ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫോഴ്സ് ആയിട്ടും ലീനിയർ ഇലാസ്റ്റിസിറ്റി ആയിട്ടും നോ സ്ട്രെസ് കോൺസെൻട്രേഷൻ ആയിട്ടും നോ 3D ജോമെട്രിക് എഫക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്തിട്ടായിരിക്കും അനലിറ്റിക്കലായിട്ട് സോൾവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല, ഫോർ എക്സാമ്പിൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഉപയോഗിച്ചായിരിക്കും വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ആവറേജ് വാല്യൂ ഓഫ് സ്ട്രെസ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആൾസോ ഈ ഫുൾ ബാറിലും സെയിം ആക്സിയൽ സ്ട്രെസ് ആണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് കരുതാൻ പറ്റും. പക്ഷേ ആൻസർ ഉപയോഗിക്കുന്നത് FEM ആണ്, ഫൈൻഡ് എലമെൻറ്റ് മെത്തേഡാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ജോമെട്രി ഡിവൈഡ് ചെയ്ത് കുറേ കുഞ്ഞു എലമെൻറ്റ്സ് ആക്കി മാറ്റും. ഇവിടെ നമുക്ക് നോക്കാം, നമ്മൾ കൊടുത്ത എലമെൻറ്റ്സിനെ കുറേ കുഞ്ഞു എലമെൻറ്റ്സ് ആക്കി മാറ്റിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഈ എലമെൻറ്റ്സിനെ എല്ലാം നോഡൽ പോയിന്റ്സിലെ, നോഡൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റാണ് നോഡൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജോമെട്രി ഡിവൈഡ് ചെയ്ത് കുറേ കുഞ്ഞു എലമെൻറ്റ്സ് ആക്കി മാറ്റിയതിന് ശേഷം ഈ എലമെൻറ്റ്സിനെല്ലാം നോഡൽ പോയിന്റ്സിലെ വാല്യൂ ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യും. ഈ ഓരോ എലമെൻറ്റ്സും പല സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിൽ ഓരോന്നിലും ലഭിക്കുന്ന സ്ട്രെസ് വാല്യൂ പലതരത്തിലായിരിക്കും. ഉദാഹരണത്തിന് ഫിക്സഡ് എൻഡ്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഫിക്സഡ് എൻഡ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഫിക്സഡ് എൻഡ് ഉള്ള എലമെൻറ്റ്സിൻ്റെ ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വാല്യൂ ആയിരിക്കില്ല ലോഡ് അപ്ലൈ ചെയ്യുന്ന എൻഡിൽ നമുക്ക് കിട്ടുന്നത്. അതിനർത്ഥം ജോമെട്രിക് ഫീച്ചേഴ്സ് അനുസരിച്ചും ലോഡ് അപ്ലൈ ചെയ്യുന്ന സോൺ അനുസരിച്ചും സപ്പോർട്ട് എൻഡ് ആണോ ഫിക്സഡ് എൻഡ് ആണോ തുടങ്ങിയ ബൗണ്ടറി കണ്ടീഷൻസ് അനുസരിച്ചും ഓരോ എലമെൻറ്റിലും നമുക്ക് ലഭിക്കുന്ന സ്ട്രെസ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വാല്യൂസ് സ്പെസിഫിക്കായി ഒന്നും തരാതെ പകരം ഒരു റിയലിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാല്യൂസ് ആയിരിക്കും ആൻസിസ് ഉത്തരമായി നൽകുന്നത്. ഫോർ എക്സാമ്പിൾ, ലോ സ്ട്രെസ് ചില ഏരിയയിൽ തരും, ഹൈ സ്ട്രെസ് വാല്യൂസ് ആയിരിക്കും ചില ഏരിയയിൽ തരുന്നത്. ഫോർ എക്സാമ്പിൾ, ലോ സ്ട്രെസ് വാല്യൂസ് ആയിരിക്കും നമ്മളുടെ ഏകദേശം ഈ റീജിയനിലൊക്കെ തരുന്നത്. അതുപോലെ ഹൈ സ്ട്രെസ് വാല്യൂസ് ആയിരിക്കും ഫിക്സഡ് എൻഡിൽ നമുക്ക് കിട്ടുന്നത്. സോ ഇത് മനസ്സിലാക്കി വേണം ആൻസിസിൽ നിന്നും കൃത്യമായ ഉത്തരം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ആൻസിസ് 1.5805 മെഗാ പാസ്കൽ മുതൽ 3.9187
മെഗാ പാസ്കൽ വരെയാണ് വാല്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇടത് സൈഡിൽ ഇക്വലന്റ് വോൺ മൈസർ സ്ട്രെസ്സിന്റെ ഡീറ്റെയിൽ ബോക്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം വാല്യൂ 1.5805 മെഗാ പാസ്കൽ ആയിട്ടും മാക്സിമം വാല്യൂ 3.9187 മെഗാ പാസ്കൽ ആയിട്ടും ആവറേജ് വാല്യൂ 3.1488 മെഗാ പാസ്കൽ ആയിട്ടാണ് ആൻസിസ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ മിക്കവരും ചെയ്യുന്ന അബദ്ധം, നമുക്ക് അനലിറ്റിക്കലായിട്ട് കിട്ടേണ്ട വാല്യൂ ഇതിനകത്ത് ഏതാണോ അടുത്ത് കിടക്കുന്നത് അത് എടുക്കാനായിരിക്കും നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനലിറ്റിക്കലായിട്ട് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 3.183 മെഗാ പാസ്കലാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു ടെൻഡൻസി വരുന്നത് അതിനോട് അടുത്ത് കിടക്കുന്ന 3.9817 3.1488 മെഗാ പാസ്കലോ എടുക്കാനായിരിക്കും നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാല്യൂ, അതായത് നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന മെഷ് സൈസിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് ഈ ഒരു വാല്യൂ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മെഷ് സൈസ് മാറ്റിയാൽ ചിലപ്പോൾ ഈ വാല്യൂ മാറിയേക്കാം. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം വാല്യൂസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫിക്സഡ് എൻഡിൻ്റെ അടുത്താണ് സ്ട്രെസ് വാല്യൂ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മാക്സിമം വാല്യൂ നമുക്ക് സ്ക്രീനിൻ്റെ ടോപ്പിൽ ടാസ്ക് ബാറിൽ മാക്സിമം എന്ന് പറയുന്ന ഒരു ഐക്കണുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഏത് പോയിന്റിലാണ് എന്ന് മനസ്സിലാക്കും. അതുപോലെ മിനിമം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഏത് പോയിന്റിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് എൻഡിൻ്റെ അടുത്താണ് സ്ട്രെസ് വാല്യൂ കൂടുതൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വാല്യൂ ആണ് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിന് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റിയൽ വേൾഡിലെ ഒരു സിമ്പിൾ കേസ് നമുക്ക് എടുത്ത് നോക്കാം. ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ റിയൽ വേൾഡിൽ നമുക്ക് ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എലമെൻസിനെല്ലാം, അതായത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എലമെൻസിനെ എല്ലാം പകരമായിട്ട് ഇതെല്ലാം ഓരോ മനുഷ്യന്മാരാണെന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ഈ ഫിക്സഡ് എൻഡിൽ ഒരു മതിലാണെന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പം വലത്തെ അറ്റത്ത് ഒരു കംപ്രസീവ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഇടത്തെ അറ്റത്ത് മതിലാണ്. ഈ ഓരോ സെല്ലുകളും ഓരോ മനുഷ്യന്മാരാണ്, അവർ കൈകോർത്ത് പിടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും വലത്തെ അറ്റത്തേക്കുന്ന മനുഷ്യൻ്റെ ദേഹത്തായിരിക്കും നമ്മൾ കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്ന തീർച്ചയായിട്ടും മതിലിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കായിരിക്കും അല്ലേ. അപ്പോൾ അതായത് ഫിക്സഡ് എൻഡിൻ്റെ അടുത്തുള്ള എലമെൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കാൻ സാധ്യത. അപ്പോൾ അതേ രീതി തന്നെയാണ് ഇവിടെയും നമുക്ക് ഫിക്സഡ് എൻഡിൻ്റെ അറ്റത്ത് ഏറ്റവും കൂടുതൽ മാക്സിമം സ്ട്രെസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഈ ചെയ്ത പ്രോബ്ലത്തിനകത്ത് ഫിക്സഡ് എൻഡിൻ്റെ അടുത്ത് ഇക്വലന്റ് വോൺ മൈസർ സ്ട്രെസ് മാക്സിമം ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ വേൾഡിൽ ഒരു ഫിക്സഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫോഴ്സ് ഗ്രാജുവലായിട്ട് സറൗണ്ടിങ് മെറ്റീരിയലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. പക്ഷേ ആൻസിസിൽ ഫിക്സഡ് സപ്പോർട്ടിൻ്റെ അടുത്തുള്ള നോഡുകൾ ഒന്നും തന്നെ മൂവ് ചെയ്യുന്നില്ല എന്ന് കമ്പൽസറി ആയിട്ട് ആൻസിസ് കൺസിഡർ ചെയ്യും. കാരണം നമ്മൾ അതാണ് ബൗണ്ടറി കണ്ടീഷനായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ സഡൻ സീറോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൗണ്ടറി കണ്ടീഷൻ, അതായത് ഫിക്സഡ് കണ്ടീഷൻ നോഡ്സിൽ കൊടുത്തിരിക്കുന്ന കാരണം വലിയ ലോക്കൽ സ്റ്റിഫ്നെസ് ഉണ്ടാകുകയും ഇത് പിന്നീട് ഹയർ ലോക്കൽ സ്ട്രെസ്സിന് കാരണമാവുകയും ചെയ്യും. അതാണ് നമ്മുടെ ഈ ഫിക്സഡ് എൻഡിൽ മാക്സിമം വാല്യൂ വരാൻ കാരണം. പക്ഷേ അനലിറ്റിക്കൽ കാൽക്കുലേഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് സ്ട്രെസ്സ് നമ്മളെടുക്കുന്ന ബാറിൽ ഈവനായിട്ട് വെച്ചാൽ എല്ലായിടത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഉത്തരമാണ് ആൻസിസിൽ നിന്ന് സിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു വെൽഡഡ് ജോയിൻറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജോയിൻസ് ഒക്കെ വരുന്നൊരു കേസുകളാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലോഡ് എടുക്കാം, മാക്സിമം എടുക്കുന്ന പോയിന്റ് എടുക്കാം, മാക്സിമം വരുന്നത് വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതല്ല
നിങ്ങൾ ഡിസൈൻ നിങ്ങൾ ജോയിൻ കേസോ അല്ലെങ്കിൽ വെൽഡ് ഡിസൈനോ അതൊന്നും അല്ല എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം വാല്യൂ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എടുക്കുന്നത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ബാറിൻ്റെ അല്ലെങ്കിൽ അതിലൊരു സ്ട്രക്ചറിൻ്റെ ഒക്കെ സ്ട്രെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവറേജ് വാല്യൂ എടുത്താൽ മതിയാകും. അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ കേസ് സ്റ്റഡീസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ നമ്മുടെ ഈ സ്റ്റഡീസിൽ സ്ട്രെങ്ത് അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് വാല്യൂ എടുക്കുന്നതാണ് നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ആവറേജ് വാല്യൂ എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അനലിറ്റിക്കലായിട്ട് കിട്ടിയ ഉത്തരത്തിനകത്ത് നിന്നും ആൻസേഴ്സ് കിട്ടിയ ഉത്തരമായിട്ട് എന്തുമാത്രം ഡീവിയേഷൻ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഈ പ്രോബ്ലത്തിന് നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിന് കാരണം ഞാൻ പറഞ്ഞു നമുക്ക് സ്ട്രെങ്ത് ആണ് നമ്മൾ നോക്കുന്നത്, മെറ്റീരിയൽ സ്ട്രെങ്ത് കൺസിഡർ ചെയ്യണം. അതല്ല നിങ്ങളിപ്പം ഈ എൻഡ് ഒരു വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെൽഡിൻ്റെ നമുക്ക് എഫക്റ്റീവ്നെസ് ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം ലോഡാണ് നമ്മൾ മാക്സിമം സ്ട്രെസ്സാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് വേറൊരു രീതി ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്. ആ പ്രോബിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ എലമെൻസിൻ്റെയും വാല്യൂ നമുക്ക് എത്രയാണെന്നുള്ളത് ഓരോ പോയിന്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ ചിലവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമുക്ക് സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു റീസൺ കൊണ്ടും നമുക്ക് ഈ ഒരു മാക്സിമം വാല്യൂ ചില സ്ഥലങ്ങളിൽ വരാം. അപ്പം ചിലർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്സിമം കിട്ടുന്ന വാല്യൂ കുറച്ച് ഭാഗവും അവോയ്ഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ കേസാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഏകദേശം ഈ ഒരു റീജിയൻ വരെ അവോയ്ഡ് ചെയ്തതിന് ശേഷം അതിന് ശേഷം വരുന്ന റീജിയൻസ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ശേഷം വരുന്ന റീജിയനായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതായത് ഇത്രയും സെല്ല് അങ്ങ് അവർ അവോയ്ഡ് ചെയ്യും. അതിനുശേഷം ഈ വരുന്ന സെല്ലിലെ വാല്യൂസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് ആവറേജ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലത്തിനകത്ത് ആവറേജ് വാല്യൂ എടുത്താൽ മതി. അപ്പോൾ ഈ ആവറേജ് വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മളുടെ അനലിറ്റിക്കൽ വാല്യൂവിൽ നിന്ന് എന്തുമാത്രം ഡീവിയേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെൻ ആവറേജ് വാല്യൂ ഈസ് കൺസിഡറിങ് ആൻസേഴ്സ് ഇക്വലന്റ് വോൺ മൈസ് സ്ട്രെസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ആവറേജ് വാല്യൂ 3.1488 ആണ്. ഞാനത് നിങ്ങൾക്ക് മൗസിൻ്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇക്വലന്റ് വോൺ മൈസസ് സ്ട്രെയിൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് വോൺ മൈസസ് സ്ട്രെയിൻ എടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇക്വലന്റ് വോൺ മൈസസ് സ്ട്രെസ്സിൻ്റെ എറർ എന്ന് പറയുന്നത് ഓൺലി 1% എറർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇക്വലന്റ് വോൺ മൈസസ് സ്ട്രെയിൻ്റെ എറർ എന്ന് പറയുന്നത് 0.98 മാത്രമേ എറർ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിനകത്ത് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എറർ എന്ന് പറയുന്നത് 1% ആണ്, ഇതിൽ എറർ 0.98% ആണ്. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഏകദേശം 1 to 5% എറർ വരെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. 1 to 5% എറർ വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചില കേസ് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ മെഷ് ഈ ഒരു മെഷ് എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയത്. നമ്മൾ മെഷ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ
കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതായത് മെഷിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മെഷ് ഡീറ്റെയിൽസ് ബോക്സ് താഴെ നോക്കുകയാണെങ്കിൽ എലമെൻറ്റ് സൈസ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. ആ ഡിഫോൾട്ടിൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എലമെൻറ്റ് സൈസ് കീബോർഡ് ഉപയോഗിച്ച് 1 എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഷിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് മെഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷിൻ്റെ സൈസ് കുറഞ്ഞ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടി കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീണ്ടും സൊല്യൂഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ റിസൾട്ട് നമുക്ക് കുറച്ചും കൂടെ ആക്യുറേസി കൂടി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം മെഷിൻ്റെ സൈസ് നമ്മൾ കുറച്ച് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൂടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടേഷണൽ എഫേർട്ട് കൂടുതലായിട്ട് വേണ്ടി വരും. പക്ഷേ ഈ കേസിൽ 1% ഡീവിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് മെഷ് ഇനി റിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. റിഫൈൻ ചെയ്തെന്ന് വെച്ചാൽ കുറച്ചും കൂടി മെഷിൻ്റെ നമ്പർ കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ആ മെഷിൻ്റെ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ആക്യുറസി കുറച്ചുകൂടെ കൂടും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ആ മെഷ് വാല്യൂ മാറ്റിയത്. ഇപ്പോൾ വോൺ മൈസ് സ്ട്രെസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആവറേജ് വാല്യൂ 3.1541 ആണ്. അത് ഞാനത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ കണക്ക് ഞാനിവിടെ അനലിറ്റിക്കൽ വാല്യൂ സെയിം തന്നെയാണ്, 3.183. ആൻസിസ് കിട്ടിയ വാല്യൂ 3.1541 ആണ്. നമ്മളിതിൻ്റെ എറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എറർ 0.9 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എറർ. സോ അതിനർത്ഥം മെഷ് നമ്മൾ കൂട്ടിയപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ആക്യുറസി ആയിട്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഏത് വാല്യൂ ആണ് സെലക്ട് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പോലെ നമ്മൾ മാക്സിമം വാല്യൂ ആണ് സെലക്ട് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ മാക്സിമം വാല്യൂ കിട്ടിയിരിക്കുന്നത് 5.4173 ആണ്. അപ്പോൾ ഈ വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 5.4173 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമുക്ക് വാല്യൂസിനകത്തുനിന്ന് മെഷിൻ്റെ സൈസ് കൂടുമ്പോഴത്തേക്കും വാല്യൂ ഒരുപാട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. എറർ എന്ന് പറഞ്ഞാൽ 70% എറർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് വാല്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതായത് ഞാൻ നേരത്തെ മെഷ് സൈസ് ചെറുതായിരുന്നപ്പോഴത്തേക്കും മാക്സിമം വാല്യൂ എടുത്തപ്പോൾ അത് 3.918 എന്ന് പറയുന്നത് ഏകദേശം 23% എററാണ് തന്നിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മെഷ് നമ്പർ കൂട്ടിയപ്പോഴത്തേക്കും മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 5.4173 ആയി. ഓക്കെ, അപ്പോൾ അതായത് ഈ കേസിൽ എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് വാല്യൂ എടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷെ ഇതേ കേസ് തന്നെ നമ്മൾ ഒരു വെൽഡിംഗ് ഡിസൈൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം വാല്യൂ മാത്രമേ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു മെഷ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും മെഷ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാം. അപ്പം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആൻസിസ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കണ്ടിന്യൂസ് വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ക്ലിയർ ആക്കി